അടച്ചു നിർത്തുന്ന ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളെല്ലാം വിദേശത്താണ് മിക്കവാറും. അവര് പോകാനുള്ള സാഹചര്യം നമുക്ക് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലൊക്കെ എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം പേർക്കും എനിക്ക് തോന്നുന്നത് കഴിയുന്നത്ര ഇവിടെ ഒരു വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ ജോലി സമ്പാദിക്കാൻ സാധ്യതയുണ്ടാവും. അത് ബ്രെയിനിന്റെ ഒരു വല്ലാത്ത ഈ ബ്രെയിനാക്കി എങ്ങനെ മാറ്റാൻ പറ്റും, ഈ ബ്രെയിൻ ടൈം എങ്ങനെ ബ്രെയിൻ ഗെയിനാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് കേരളത്തിന് അനിവാര്യമാണെന്നാണ് ഞാൻ മാറ്റിയത്. ആ തോട്ട് നമുക്ക് നടപ്പിലെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോബ് ജനറേഷനും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നിയോജകമണ്ഡലത്തിൽ ആലപ്പുഴയിൽ ഞാൻ എല്ലാ വർഷവും നടന്ന കുട്ടികളുടെ പരിപാടിയാണ് കൊണ്ടുപോയിരുന്നത്. അതിനൊരു മണിക്കൂർ ഇന്ററാക്ഷൻ നടക്കുകയല്ല കുട്ടികളുമായിട്ട്. എന്താണ് നിങ്ങൾ അപ്പൊ ആ കുട്ടികളെ 10 പേര് പങ്കെടുത്ത് 4 പേര് വരുന്നത് പറഞ്ഞ ഏറ്റവും വലിയ കൺസേൺ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ ജോലി കിട്ടും, കിട്ടിയാലും ആകർഷകമായിട്ടുള്ള ശമ്പളമുള്ള ജോലിയായിരിക്കും. എന്തൊക്കെ കഴിഞ്ഞ പോലും 15,000 രൂപ സാലറിക്ക് ജോലി ചെയ്യുന്ന സാധ്യതയുണ്ട്. ചിലത്തെ ഗ്രൂപ്പുകൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇതിന് എന്ത് പോളിസിയാണ് യൂണിയൻ ഗവൺമെന്റ് ഉള്ളത്? ഇത് എന്ത് പോളിസിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളത്? ചിലരെല്ലാവരും പറയും പ്രസംഗിക്കുന്നു. ഞാനൊക്കെ ഡ്രഗ് മത്സരത്തിലായിട്ട് പ്രസംഗിക്കുന്നു. കേരളം ഏറ്റവും വലിയ ഡ്രഗ് മത്സരത്തിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന സ്റ്റേറ്റായി മാറി. Why? What is the reason? നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നിടത്ത് പരാജയപ്പെടുമ്പോഴാണ് ആ വഴിയിലേക്ക് ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് UDF പ്രാവശ്യം എടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ബി ഫ്രാങ്ക് വിത്ത് യു. നമുക്ക് ഫാമേഴ്സിന്റെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് വിമൻ ഇഷ്യൂ ഉണ്ട്, നമുക്ക് അന്വരുടെ യൂത്തിന്റെ ഇഷ്യൂ ഉണ്ട്. ഇതുപോലെ MSME സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇഷ്യൂ ഉണ്ട്, പരമ്പരാഗത വ്യവസായങ്ങളുടെ. ഇതെല്ലാം നമുക്ക് പ്രാമുഖ്യമുണ്ട്. ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് മാറുന്നത് ജനസെറ്റിന്റെ ആശങ്കകൾ മാറ്റുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം വരുന്ന 5 വർഷം ഉണ്ടാകുന്ന ഗവൺമെന്റ് എന്ന ഉറച്ച തീരുമാനത്തോടുകൂടിയാണ്. അതിനാണ് ഞാൻ KSU പ്രസിഡന്റിനെയും സ്വന്തത്തെയും അപ്രീഷിയേറ്റ് ചെയ്തത്. 14 ജില്ലകളിൽ പോയി അവർ തുറന്നു പറയട്ടെ, വാട്ട് ഈസ് ദർ കൺസേൺ. നിങ്ങൾ പറയുന്ന കൺസേണുകളിൽ നാടിന് പ്രയോജനപ്രദമാകുന്ന, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് UDF സംബന്ധിച്ചിടത്തോളം UDF മാനിഫെസ്റ്റോ ഉണ്ടാവും. വെറുതെ മാനിഫെസ്റ്റോ അല്ല, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറപ്പു പറയാനാക്കുന്നു. എന്തെല്ലാം സംരംഭങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ ദീർഘമായി ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടവരെ ഉപയോഗിക്കും. ഇന്ന് നിങ്ങളുടെ ജനസി കുറിച്ച് ആലോചിക്കണം. പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. പുതിയ യുഗത്തിലേക്ക് നിൽക്കുമ്പോൾ ഇപ്പോഴും നമ്മളെ പഴയ യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. റൈറ്റ് സഹോദരന്മാരെ കണ്ടുപിടിച്ച വിമാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പുരാണത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാറുള്ളത്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ ഇല്ലാതെ വക്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠപുസ്തകത്തെ പഠിപ്പിക്കാൻ വേണ്ടി പദ്ധതിയെടുത്തിട്ടാണ് നമ്മൾ എത്തുന്നത്. അതാണോ കാര്യത്തിൽ പ്രശ്നം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം പോകുമ്പോൾ ആഹാരം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ആഹാരമല്ല
നിങ്ങളുടെ വീടിനടുത്തുള്ള ഇതര മതസ്ഥനായ ഒരു സഹോദരൻ, ആ സഹോദരനോടുള്ള ശത്രുതയാണ് നിങ്ങളുടെ ഏറ്റവും അനിവാര്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഡിവിഷനാണോ വിഭാഗീയമാണോ ഈ നാടിന് ആവശ്യം? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വളരുമ്പോഴും ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കുറിച്ച് ആവശ്യപ്പെടുന്നതിന് പകരം ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ നൈരാശ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ തെറ്റായ ദിശയിലേക്ക് നയിച്ച് അവരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റി രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്നതാണോ ട്രൂ ഗവേണൻസ്? ഇത് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മളൊരു കലാപത്തിനൊന്നും ആഹ്വാനം ചെയ്യുന്നതല്ല. ഞാനേക്കുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് സ്വയം വിമർശനപരമായിട്ട് പറയണം. ഈ കുട്ടിയുടെ മനസ്സിൽ നമ്മുടെ നാട്ടിൽ SSLC പരീക്ഷയിൽ 100% വിജയം ഉണ്ടായാൽ സർക്കാരിന്റെ നേട്ടം അവിടെ നമ്മൾ നടന്നു. സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലെ SSLC പരീക്ഷയിൽ 100% വിജയം കിട്ടി. അതുപോലെ +2 പരീക്ഷയിൽ 100% വിജയം കിട്ടി. വിജയിക്കുന്നവരോടൊക്കെ നമുക്ക് സന്തോഷം. പക്ഷേ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും വിജയിച്ചു കയറിയ കുട്ടികൾ ജീവിതത്തിൽ എത്ര വിജയിക്കുന്നുണ്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ഈ സർക്കാരിന് അത് താല്പര്യമുണ്ടായിരുന്നു. അവർ എത്ര പേർ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നുണ്ട്, അവരെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ പിന്നീട് അവരുടെ സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നിവർ നോക്കിയിട്ടുണ്ട്. അവിടെയാണ് ലോങ് സൈഡ് ഗവൺമെന്റ് ഉണ്ടാകേണ്ടത്. ഈ പാസ്സാകുന്നവരെ ഘട്ടഘട്ടമായി അവർക്ക് അഭിരുചിയുള്ള മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ വെറും വിദ്യാഭ്യാസം മാത്രമല്ല, അവിടെ ടെക്നോളജി ലിങ്ക് ചെയ്യുന്ന, സ്കില്ല് ലിങ്ക് ചെയ്യുന്ന എഡ്യൂക്കേഷനാക്കി മാറ്റാൻ അതിനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും ഇന്നില്ല, അതുണ്ടാകുന്നതിലേക്ക് നമ്മൾ പോയേ പറ്റൂ എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. നമ്മുടെ കുട്ടികളെ മോഡേൺ ആയിട്ടുള്ള എല്ലാ ന്യൂ ജനറേഷൻ കോഴ്സുകളും പഠിപ്പിച്ച് അവർക്ക് പഠിക്കുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കി പഠിച്ചിറങ്ങിയാൽ അത്യാകർഷമായ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. എല്ലാവരും കേരളം വിട്ടു പോയാൽ കേരളത്തിന് ബാക്കി ആരാ ഉണ്ടാക്കുക? അത് മാത്രമല്ല ചോദ്യം, ഈ പോകുന്നത് എല്ലാവരും ജയിച്ചിട്ടല്ല വരുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു നേരം കൊണ്ട് അങ്ങോട്ട് ചാടിയാലും ഇരുനേരം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോകുന്ന പാട്ടുപോലെ നമ്മുടെ ആവേശത്തിനെ കൊണ്ട് ചാടും. അത് ചിലപ്പോൾ 10%, 20%, 30% സക്സസ്ഫുൾ കരിയർ ഉണ്ടാവും. ചിലപ്പോൾ 50% പേർക്ക് സക്സസ്ഫുൾ കരിയർ ഉണ്ടാവും. പക്ഷെ 50% പേര് ഫെയിൽ കരിയറുമായിട്ട് പിന്നീട് ഇങ്ങോട്ട് മടങ്ങേണ്ടി വരും. അപ്പൊ അതവർ ഇതിനേക്കാൾ ഇവിടെ ഉണ്ടായിട്ടൊന്നും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ പ്രശ്നത്തിലേക്കായിരിക്കും അവർ പോകാൻ പോകുന്നത്. അതിപ്പോ കേരളത്തിൽ തിരിച്ചു കാണിക്കില്ല, ഒരു 5 years കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പൊ ഇത് കണക്കിലെടുത്തുകൊണ്ടിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഞാൻ ഇവിടെ ഉദ്ദേശിച്ച് പറയാനായിരിക്കുന്നത് ജെൻസെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ, ജെൻസെറ്റ് മാനിഫെസ്റ്റോ കേരളത്തിലെ UDF ഉണ്ടായിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഔപചാരികമായിട്ട് പരിപാടി ആലോചിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകൾ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന് കാരണമായത് 90 റെമിറ്റൻസ് ഉണ്ടാകുന്നില്ല. ഈ ചെറുപ്പക്കാര നാട്ടിലെ PR എടുത്ത് കിട്ടുന്ന മലയാളികൾ ഇവിടെ കേരളത്തിലെ ക്യാമ്പുകളിൽ കൾച്ചർ വിദേശത്തുണ്ട്. എന്നാൽ ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ വിഷയത്തെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കാണിച്ചുകൊണ്ട് തരാം. അവർക്കൊരു പേര് കൊടുക്കുക. ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന പക്ഷെ ഒന്നും നടക്കുന്നില്ല. വലിയ വലിയ സ്വപ്നങ്ങളാണ്, വലിയ എന്നുള്ള രീതിയിലോട്ട് പോകും. ഇത് എന്ത് ചെയ്താലാണ് ചെയ്യുന്നതെങ്കിൽ റൈസ് ബാഗ് ഉണ്ടോ, റൈസ് ബാഗ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുന്നതോറും അത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ ഇല്ലാണ്ടോ, അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ എവിടെ പറയാനാണ്? അതുപോലെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യം